ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബൈയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ചില കേന്ദ്രങ്ങളിൽ റെസിഡന്റ് വിസ, എൻട്രി പെർമിറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ തുടർന്നും ലഭ്യമാകുമെന്ന് വെള്ളിയാഴ്ച അധികൃതർ അറിയിച്ചു. GDRFA വെള്ളിയാഴ്ച ജൂൺ 15 മുതൽ 18 വരെയുള്ള പ്രവർത്തന സമയവും പട്ടികപ്പെടുത്തി. ടെർമിനൽ 3-ന്റെ അറൈവൽ ഹാളിൽ സ്ഥിതി ചെയ്യുന്ന ദുബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ 24 മണിക്കൂറും പ്രവർത്തിക്കും. അൽ അവീർ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ അവധി ദിവസങ്ങളിൽ ദിവസവും രാവിലെ 6 മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കും. GDRFAയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറായ 800511 അമേർ കോൾ സെന്ററിലേക്ക് ഉപഭോക്താക്കൾക്ക് നേരിട്ട് അറിയിക്കാം. അബുദാബി നഗരസഭ ബലിപെരുന്നാൾ പ്രമാണിച്ച് 1000-ലേറെ തൊഴിലാളികൾക്ക് പുതുവസ്ത്രം സമ്മാനിച്ചു. അബുദാബി ദ്വീപ്, അൽ റീം ദ്വീപ്, ബനിയാസ്, അൽ റിയാദ് സിറ്റി, യാസ് ദ്വീപ് എന്നീ പ്രദേശങ്ങളിലെ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ പെരുന്നാൾ പുതുവസ്ത്രം വിതരണം ചെയ്തത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനായി ബോധവൽക്കരണ പരിപാടികളും നഗരസഭ നടത്തിവരുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സീബിൽ നിന്നും മസ്കറ്റിലേക്കുള്ള പാതയിൽ റോഡ് ഭാഗികമായി അടച്ചതായി മസ്കറ്റ് നഗരസഭ അറിയിച്ചു. ജൂൺ 15 ശനിയാഴ്ച വരെ റോഡ് അടഞ്ഞുകിടക്കും. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർ സമാന്തര പാതകൾ തെരഞ്ഞെടുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് വീണ്ടും ഉയർന്നു. ഒരു റിയാലിന് 217 രൂപ വരെ എത്തി. കഴിഞ്ഞ ദിവസം വിനിമയ സ്ഥാപനങ്ങൾ ഒരു റിയാലിന് 216.80 രൂപ എന്ന നിരക്കിലാണ് നൽകിയത്. വിനിമയ നിരക്കിന്റെ അന്താരാഷ്ട്ര പോർട്ടലായ എക്സി കറൻസി കൺവെർട്ടർ ഒരു റിയാലിന് 217 മുകളിലായിരുന്നു കാണിച്ചിരുന്നത്. എന്നാൽ ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ ഈ നിരക്ക് നൽകുന്നില്ല. ഡോളറിനെ അപേക്ഷിച്ച് ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞിട്ടുണ്ട്. ഒരു ഡോളറിന് 83.55 ആണ് വെള്ളിയാഴ്ചത്തെ വില. ഇന്ത്യൻ രൂപ ശക്തി കുറയുന്നതിനും ഒമാനി റിയാലിന് മൂല്യം വർദ്ധിക്കുന്നതിനും നിരവധി കാരണങ്ങളുണ്ട്. അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുന്നതാണ് രൂപയുടെ മൂല്യം തകരാൻ പ്രധാന കാരണം. ഡോളർ ശക്തി പ്രാപിച്ചതോടെ എല്ലാ ഏഷ്യൻ രാജ്യങ്ങളുടെയും മൂല്യം കുറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതാണ് ഡോളർ ശക്തിപ്പെടാൻ പ്രധാന കാരണം. എണ്ണവില വർദ്ധിക്കാൻ തുടങ്ങിയതോടെ എണ്ണ ഇറക്കുമതിക്കാർ ഡോളർ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക സംഭരണത്തിനായി എണ്ണ വാങ്ങുന്നതാണ് എണ്ണയ്ക്ക് വില വർദ്ധിക്കാൻ പ്രധാന കാരണം. വേനൽക്കാലമായതിനാൽ എണ്ണയുടെ ഉപയോഗം വർദ്ധിച്ചതും എണ്ണവില ഉയരാൻ കാരണമായി. ഇതോടെ ഒമാൻ എണ്ണവിലയും വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ബാരലിന് എണ്ണയ്ക്ക് 81.9 ആയിരുന്നു വെള്ളിയാഴ്ചത്തെ നിരക്ക്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഫലവും രൂപയുടെ മൂല്യത്തെ ബാധിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപങ്ങൾ പിൻവലിച്ചതും പണം പുറത്തേക്കൊഴുകിയതും ഓഹരി വിപണി തകർന്നതും ഇന്ത്യൻ രൂപയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഈ വർഷത്തെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ദാഖിലിയ ഗവർണറേറ്റ് മന വിലായത്തിലെ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം സ്ഥാനം പിടിച്ചു. 10ാം വാർഷികത്തിന്റെ ഭാഗമായി യുനെസ്കോയുടെ പ്രിക്സ് വേഴ്സൽ തയ്യാറാക്കിയ പട്ടികയിലാണ് അക്രോസ് ഏജസ് മ്യൂസിയത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർഗാത്മകത, പൈതൃക പ്രതിഫലനം, പാരിസ്ഥിതിക കാര്യക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രിക്സ് വെർസൽസ് മ്യൂസിയങ്ങളുടെ പട്ടിക ഒരുക്കിയിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള പുതുതായി തുറന്നതോ വീണ്ടും തുറന്നതോ ആയ 7 മ്യൂസിയങ്ങളുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബൈയിലും ഷാർജയിലും സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു. ജൂൺ 15 ശനിയാഴ്ച മുതൽ 18 ചൊവ്വാഴ്ച വരെയാണ് ദുബൈയിൽ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ടെർമിനലുകൾ ഒഴികെയുള്ള സ്ഥലങ്ങൾക്കാണ് ഇളവ് ലഭിക്കുക എന്ന് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. ഷാർജയിൽ ജൂൺ 16 മുതൽ 18 വരെയാണ് സൗജന്യ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. ബ്ലൂ പെയ്ഡ് പാർക്കിംഗ് സോണുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് ഇളവ് ലഭിക്കുക എന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ദുബായ് മെട്രോ, ട്രാം, ബസ് സർവീസുകളുടെ സമയം ദീർഘിപ്പിക്കും. മെട്രോയുടെ റെഡ്, ഗ്രീൻ ലൈനുകൾ വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 5 മുതൽ പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തും. ഞായറാഴ്ച രാവിലെ 8 മുതൽ പുലർച്ചെ 1 മണി വരെയും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 5 മുതൽ പുലർച്ചെ 1 മണി വരെയും സർവീസുകളുണ്ടാകും.
ദുബൈ ട്രാം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 6 മുതൽ പുലർച്ചെ 1 മണി വരെ സർവീസ് നടത്തും. ഞായറാഴ്ച രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെയാണ് സർവീസ് ഉണ്ടാവുക. തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുതിയ രാജ്യാന്തര വിമാന സർവീസ് കൂടി. എത്തിഹാദ് എയർവേസിന്റെ തിരുവനന്തപുരം അബുദാബി സർവീസ് ജൂൺ 15 മുതൽ ആരംഭിക്കും. തുടക്കത്തിൽ ആഴ്ചയിൽ 5 ദിവസമായിരിക്കും സർവീസ്. അബുദാബിയിൽ നിന്നും രാത്രി 8:10 തിരുവനന്തപുരത്തെത്തുന്ന വിമാനം 9:40 തിരികെ അബുദാബിയിലേക്ക് പോകും. തിരുവനന്തപുരം അബുദാബി സെക്ടറിൽ ഇത്തിഹാദിന്റെ രണ്ടാമത്തെ സർവീസാണിത്. നിലവിലുള്ള സർവീസിന്റെ സമയത്തിൽ 15 മുതൽ മാറ്റമുണ്ട്. രാവിലെ 3:10 തിരുവനന്തപുരത്തെത്തുന്ന വിമാനം 4:10 അബുദാബിയിലേക്ക് പോകും. പുതിയ സർവീസ് ആരംഭിക്കുന്നതോടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ കണക്ടിവിറ്റി ലഭ്യമാകും. ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എത്തിസലാത്ത് മുന്നറിയിപ്പുമായി രംഗത്ത്. ഓൺലൈനിലൂടെ റീചാർജിങ്ങിന് ശ്രമിച്ച ദുബൈ നിവാസിയായ യുവതിക്ക് 2000 ദിർഹം നഷ്ടമായ സാഹചര്യത്തിലാണ് വ്യാജ വെബ്സൈറ്റുകൾ സംബന്ധിച്ച് കമ്പനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുവതി ഇ-സിം ഓൺലൈനായി റീചാർജ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് തട്ടിപ്പിന് ഇരയായത്. സാധാരണഗതിയിൽ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ബോധവതിയായിരുന്നിട്ടും വെബ്സൈറ്റിൽ അക്ഷരങ്ങളുണ്ടായിരുന്ന ചെറിയ പിശക് യുവതി ശ്രദ്ധിച്ചില്ല. ഇത്തിസലാത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റാണെന്ന് തെറ്റിദ്ധരിച്ചു. OTPക്കായി മെസ്സേജ് വന്നപ്പോൾ അത് മുഴുവനായി വായിക്കാതെ തന്നെ OTPയും നൽകി. ഇതോടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 1954 ദിർഹമാണ് നഷ്ടമായത്. സുരക്ഷിതമല്ലാത്ത ലിങ്കുകൾ ഒഴിവാക്കാനും ഓൺലൈനിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നതിൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും കമ്പനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മുന്നറിയിപ്പ് നൽകി. ഫയലുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ക്ലിക്ക് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ പാടുള്ളൂ എന്നും കമ്പനി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കമ്പനിയുടെ പ്രതിനിധികൾ ഒരിക്കലും പണമോ സമ്മാനങ്ങളോ ആവശ്യപ്പെട്ടില്ലെന്നും OTP അല്ലെങ്കിൽ സെക്യൂരിറ്റി പിൻ ഉപയോഗിച്ച് മാത്രമേ ഉപഭോക്താക്കളെ പരിശോധിക്കൂ എന്നും ഇത്തിസലാത്ത് വ്യക്തമാക്കുന്നു. കൂടാതെ വ്യാജ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനും സ്കാം കോളർമാരെ റിപ്പോർട്ട് ചെയ്യാനും വെബ്സൈറ്റ് ഉപയോക്താക്കൾക്ക് ഓപ്ഷനുണ്ട്. അജ്മാനിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വമ്പൻ പെരുന്നാൾ സമ്മാനം. ബലിപെരുന്നാൾ പ്രമാണിച്ച് അജ്മാൻ ഫിഷർമെൻ അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്ക് 50 ലക്ഷം ദിർഹം വിതരണം ചെയ്യാൻ സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി ഉത്തരവിട്ടു. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള അജ്മാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്കാണ് സഹായം ലഭിക്കുക. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതിന് UAE പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും കുടുംബങ്ങളിലെ ചെലവുകൾ വഹിക്കുന്നതിന് മാന്യമായ ജീവിതം നയിക്കുന്നതിനുമുള്ള സാമ്പത്തിക വെല്ലുവിളികളെ തരണം ചെയ്യാനുമാണ് ഈ തുക വിതരണം ചെയ്യുന്നത്. അജ്മാനിൽ ഫിഷിംഗ് ലൈസൻസുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളായ പൗരന്മാർക്കാണ് ഈ സഹായം നൽകുകയെന്ന് അജ്മാൻ കിരീടാവകാശിയുടെ ഓഫീസ് തലവനും അജ്മാൻ മത്സ്യത്തൊഴിലാളി അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ അഹമ്മദ് ഇബ്രാഹിം റാഷിദ് അൽ ഖംലാസി അറിയിച്ചു. അൽ-ഐനിൽ നിന്നും അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ പോകുന്ന യാത്രക്കാർക്കായി സിറ്റി ചെക്ക് ഇൻ സൗകര്യം. അൽ-ഐൻ കുവൈത്താത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാളിലാണ് ഈ സൗകര്യം ആരംഭിച്ചത്. യാത്ര പുറപ്പെടുന്നതിന്റെ 7 മണിക്കൂർ മുതൽ 24 മണിക്കൂർ മുമ്പ് വരെ ഈ കേന്ദ്രത്തിൽ ബാഗേജ് സ്വീകരിച്ച് ബോർഡിംഗ് കാർഡ് നൽകും.